എന്ന് പറഞ്ഞാൽ ഗോതമ്പിൻ്റെ വേസ്റ്റ്. ഗോതമ്പിന് എങ്ങനെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗോതമ്പിനെ ക്രാക്ക് ചെയ്തിട്ട് നാരും മുളയും വിത്തും ആ തവിടും ഒക്കെ അങ്ങ് എടുത്തിട്ട് അത് സായിപ്പ് ടോണിക്കിനകത്തിട്ട് കഴിച്ചു. സായിപ്പിന് ഈ ഗുളിക രൂപത്തിൽ കഴിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് പുള്ളിക്കാരൻ കഴിക്കും. അതിൻ്റെ ബാക്കി വരുന്ന വേസ്റ്റിനകത്തു നിന്നാണ് നമ്മൾ റവ ഉണ്ടാക്കണേ. റവ അതിൻ്റെ രണ്ടാമത്തെ പ്രോസസ്സാണ്. അതിൽ നിന്നൊരു വേസ്റ്റ് വരും. അതിനകത്തു നിന്നൊരു പകുതി ആട്ടപ്പൊടിക്കകത്ത് കയറും. ആട്ടയില്ലേ, ഗോതമ്പ് പൊടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മേടിക്കുന്ന ആട്ടപ്പൊടി, അത് ഗോതമ്പ് പൊടിയല്ല, പകുതി മൈദയാണ്. അതിനകത്തൊരു കയറ്റി ഗോതമ്പ് വാങ്ങിച്ച് പൊടിച്ചേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. അത് കഴിഞ്ഞ് വരുന്ന വേസ്റ്റ് യൂറോപ്പിൽ കിടന്നിങ്ങനെ കുന്നുകൂടി കിടന്ന് മഴക്കാലത്ത് സമയമായപ്പോൾ അതിൻ്റെ ലിറ്ററേച്ചർ ഉണ്ട് എൻ്റെ കേട്ടോ, അത് പറഞ്ഞ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ അത് മഴക്കാലം വന്നപ്പം ഈ നദിയിൽ കൂടെ ഇത് ഒലിച്ചു പോയപ്പോൾ ഈ കന്നുകാലികൾ കുളിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ പുറത്ത് പിടിച്ചപ്പോൾ പറ്റിയപ്പോൾ ഒട്ടാൻ തുടങ്ങി. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇതുകൊണ്ട് നമുക്ക് പശ ഉണ്ടാക്കാം. അങ്ങനെ പശ ഉണ്ടാക്കാനായിട്ട് അലാക്സൻ, ALAXAN, അലാക്സൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ അതിനകത്ത് ഒഴിച്ചു, പൊടിയിട്ടിട്ട് ഇതിനെ മിക്സ് ചെയ്തപ്പോൾ ഈ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചില്ല, ഇത്രയും സോഫ്റ്റായിട്ട് പൊടിക്കുന്ന ഒരു മെഷീൻ ഇന്ന് വരെ ലോകത്ത് ഈ അരിപ്പ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അത് മെഷീൻ വഴിയല്ല പൊടിക്കുന്നത്. അത് നമ്മൾ കക്ക നീറ്റുമ്പോൾ ചുണ്ണാമ്പാവാനായിട്ട് വെള്ളം ഒഴിക്കത്തില്ലേ, അപ്പോൾ അത് ആവുമല്ലോ, അതേപോലെ ആക്കുന്ന സാധനമാണ് ഈ അലാക്സൻ. ഇപ്പം മനസ്സിലായോ? അതിനിട്ട് മിക്സ് ചെയ്ത് വെച്ച് ലോകരാജ്യങ്ങൾക്ക് മൊത്തം അമേരിക്കൻ പശ കൊടുത്തായിരുന്നു. അങ്ങനെയാണ് നമ്മൾ സിനിമാ പോസ്റ്റർ ഒട്ടിക്കാനും വാൾ പോസ്റ്റർ ഒട്ടിക്കാനും ഒക്കെ പണ്ടൊരു പശ ഇവിടെ വന്നായിരുന്നു. ഓർമ്മയുണ്ടോ? ബക്കറ്റ് കൊണ്ടുവന്നിട്ട് ആൾക്കാർ കൊണ്ടുവന്ന് പശ തൂക്കുന്നത് കണ്ടോ? അതാണ് സാധനം. അതിന് കോപ്പർ സൾഫേറ്റ് കൂടെ ചേർക്കുമായിരുന്നു ശകലം. അതായിരുന്നു പശ. അത് നമ്മൾ തിന്നാൻ തുടങ്ങിയപ്പോഴാണ് അമേരിക്കൻ മാവായി. ഈ അമേരിക്കൻ മാവ് പോയിട്ട് കോവിഡുകളാണെന്നോ ഇല്ല, അത് നല്ല ക്ലിക്കായപ്പോൾ അവരതിനെ ഒന്നുകൂടെ പരിവർത്തനം നടത്തി, ആ കളറൊന്ന് മാറ്റി. ബെൻസോയിൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞൊരു കെമിക്കലുണ്ട്, അതതിനകത്ത് ബ്ലീച്ചിങ് ഏജൻറ്റാണ്, ബ്ലീച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ മുഖത്തൊക്കെ ക്രീമൊക്കെ പെട്ടെന്ന് അതിനകത്തിരുന്നുണ്ട് ഈ ബെൻസോയിൻ പെറോക്സൈഡ്, ഈ മുഖം ക്ലീൻ ആവാൻ. അതുകൂടെ ഇച്ചിരി ഇട്ട് വെളുപ്പിച്ച്, അപ്പോൾ ആ വെളുപ്പിച്ച സാധനമാണ്, അല്ലാതെ കൊച്ചുണ്ണിയുടെ കൈപ്പുണ്യമൊന്നും അല്ല. ഇനി ഈ സാധനം എന്താണെന്ന് കേട്ടോളൂ. അലാക്സൻ എന്ന് പറയുന്നത് ഷുഗർ രോഗികളുടെ മരുന്നുണ്ടാക്കുന്ന കമ്പനിക്കാരൻ ആദ്യമേ ഉണ്ടാക്കുന്ന മരുന്നൊരു മൃഗങ്ങളുടെ പുറത്ത് കുത്തിവെച്ച് നോക്കണം ശരിയാവുന്നോ ഇല്ലയോ എന്ന്, എന്നിട്ടേ അത് മനുഷ്യൻ്റെ പുറത്തോട്ട് കുത്തത്തോളൂ. അതിന് ഒരാഴ്ചയ്ക്ക് മുമ്പിട്ട് ഈ മൃഗങ്ങളുടെ പുറത്ത് കൃത്രിമമായിട്ട് ഷുഗർ ഉണ്ടാവാൻ കുത്തിവെക്കുന്ന സാധനമാണ്. പൊറോട്ട നിന്ന് എന്തുകൊണ്ട് വിശക്കുന്നില്ല? പാൻക്രിയാസിൻ്റെ ബീറ്റ സെല്ലുകളെ ഡയറക്റ്റ് പോയിട്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയാണ്. നീ ഇങ്ങോട്ട് ഉണ്ടാക്കണ്ട ഇൻസുലിൻ കണ്ട. അപ്പോഴാണ് തിന്ന ആഹാരം ഒരു പ്രാവശ്യം ദഹിച്ചാൽ മാത്രമേ രണ്ടാമത് വേണ്ടതുള്ളൂ, രണ്ടാമത് ചോദിക്കത്തുള്ളൂ കൊണ്ടുവരാൻ. ഇവിടെ ദഹിച്ചിട്ടില്ല, ഇവിടെ റബ്ബർ പോലെ ഇവിടെ കിടക്കുകയാണ് കണ്ട. അലാക്സൻ എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ കൊച്ചുങ്ങൾക്ക് ബിസ്ക്കറ്റ് കൊടുത്ത് നോക്കിയ പോലും കൊച്ചുങ്ങൾക്ക് വിശക്കത്തില്ല, മിക്സ്ചർ കൊടുത്ത് നോക്കിയേ വിശക്കില്ല. നിങ്ങൾ എന്ത് പറയുന്നേ, ബേക്കറി ഐറ്റം ഒന്ന് കൊടുത്തേ, ബേക്കറി കുട്ടികൾക്ക് എന്തിനാ, നമുക്ക് നിന്നാൽ വിശക്കുമോ? എന്തിനാ കാര്യം? ഈ മൈദ ഇതിന് നാരുണ്ടോ? ഇതിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ചവറാന്നേലും പോട്ടെ നോക്കാം. തിരിച്ച് ഇത്രയും വലിയൊരു അപകടത്തിലേക്കാണ് ഈ ഇടയ്ക്ക് ഒരു സർവേ നടന്നിരിക്കുന്നതിനകത്ത് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവർ സർവേ നടത്തിയപ്പോൾ 2020 ആകുമ്പോഴത്തേക്ക് ലോകത്തിലെ ഒന്നാം സ്ഥാനം ഷുഗർ രോഗികൾ ഇന്ത്യയിലാണ്. അതിൽ ഒന്നാം സ്ഥാനം കേരളത്തിലാണ്. കാരണം ഏറ്റവും കൂടുതൽ മൈദ എവിടെയല്ലേ പോകുന്നത്. ഏത് അസുഖം നിങ്ങൾ ഏത് മരുന്ന് കഴിച്ചാലാണ് ശരിയാവണേ? എന്താഹാരം കഴിച്ചാലും ശരി, ആഹാരം എന്ന് പറയുന്നതാണ് മരുന്ന്. ഇനി ഐസ്ക്രീം, ഇവിടെ ഐസ്ക്രീം എന്ത് വിലയുണ്ട്? 1 കിലോ ഐസ്ക്രീം 30 രൂപയുടെ ഐസ്ക്രീമുള്ള കടയുണ്ടോ? 30 രൂപയ്ക്ക് 1 കിലോ ഐസ്ക്രീം ഒരു കടക്കാരൻ നമുക്ക് തരണമെങ്കിൽ അയാൾക്കുള്ളൊരു ഫ്രിഡ്ജ്, ഒരു കടയും, ഒരു ജോലിക്കാരനും, കറണ്ട്, ഇതെല്ലാം കൂടെ കഴിഞ്ഞ് അല്ലേ അയാൾക്ക് എത്ര രൂപയ്ക്ക് കിട്ടിയാൽ നമുക്ക് 30 രൂപയ്ക്ക് തരാൻ പറ്റും? ഒരു 20 രൂപയ്ക്കെങ്കിലും കിട്ടിയെങ്കിലല്ലേ. ടാക്സ് വേണം, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ലൈറ്റിന് തന്നെ, കടകളുടെ ലൈറ്റിൻ്റെ വില അറിയാമല്ലോ. അപ്പോൾ എല്ലാം കൂടെ കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഒരു 20 രൂപയ്ക്ക് കിട്ടിയെങ്കിലല്ലേ നമുക്കൊരു 30 രൂപയ്ക്ക് തരാൻ പറ്റുള്ളൂ. പുള്ളിക്ക് 20 രൂപയ്ക്ക് കിട്ടണമെങ്കിൽ ഒരു ഹോൾസെയിൽ ഡീലർ ഒരാൾ കാണുമല്ലോ.
അയാൾക്കും ഇതുപോലെ അവിടുന്ന് വണ്ടിക്കകത്ത് ഫ്രീസ് ചെയ്ത വണ്ടിക്കകത്ത് അയാൾ ഈ ഫ്രിഡ്ജിനകത്തൊക്കെ വേണം, അയാൾക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് വേണം ഇവിടെ കൊണ്ടുതരാൻ ഇല്ലേ. അയാൾക്ക് പിന്നെ കപ്പ് വേണം, സ്റ്റിക്കർ വേണം, പിന്നെ തോണ്ടി വേണ്ടേ, അതെല്ലാം കൂടെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നിട്ട് അയാൾക്ക് എത്ര രൂപ ചിലവാണ്, അയാൾക്ക് ഒരു 10 രൂപ കൊടുക്കുക. ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് പിന്നെ എത്ര രൂപയുണ്ട്, ബാക്കി 10 രൂപ. 10 രൂപയ്ക്ക് 1 കിലോ കപ്പപ്പൊടി കിട്ടുമോ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. 10 രൂപയ്ക്ക് 1 കിലോ കപ്പപ്പൊടി കിട്ടുമോ? കിട്ടത്തില്ലല്ലോ. അപ്പോൾ കപ്പപ്പൊടിയും കാട്ടിയും വില കുറഞ്ഞ എന്ത് സാധനം കൊണ്ട് കഴിക്കാൻ പറ്റുമെന്ന് പറ. ഐസ്ക്രീം. അതെ, അതാണ് ശരി. അതെന്താ ആ സാധനം എന്താണെന്ന് പറ. ഐസ്ക്രീം സംഭവിച്ചു, അതെന്താ സാധനം? ഈ പൊടി ശ്രദ്ധിച്ചോണം. പോട്ടി മൃഗങ്ങളുടെ കുടലും പണ്ടവും മറ്റേ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കൂടെ അതിൽ നല്ല പോട്ടി ഹോട്ടലുകാരൻ കൊണ്ടുപോകും, കളി ഷാപ്പുകാരനും കൊണ്ടുപോകും. അതിനൊരു വേസ്റ്റ് വരും. എന്തിന് മനസ്സിലായി? എന്നിട്ട് ഈ തലയുടെ ഈ പല്ലൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി തലയ്ക്കകത്തുനിന്ന് കുറേ കിളികളിപ്പ് വരുമല്ലോ, ഒരു വഴുവഴുപ്പും മൂക്കളയും എല്ലാം കൂടെ ഇറങ്ങി വരത്തില്ലേ. അതെല്ലാം കൂടെ വാല് എല്ലിന് ബലം കുറഞ്ഞത്, ചെവിക്ക് ബലം കുറഞ്ഞത്, അകിട്, മൂക്ക്, ഇതെല്ലാം കൂടെ അരച്ച് ഉണക്കി പൊടിച്ച് പ്രിസർവേറ്റീവും ചേർത്ത് വെച്ചിരിക്കുന്ന സാധനമാണിത് ഐസ്ക്രീം ബേസ്. മനസ്സിലായല്ലോ? ഇതിനകത്ത് കസ്റ്റർഡ് പൗഡറും ഈ വാനിലയുടെ എസൻസും കൂടെ ചേരുമ്പോൾ എന്തുവാകും? ഐസ്ക്രീം. ഈ പടത്തിൻ്റെ അർത്ഥം എന്തുവാണെന്ന് പറഞ്ഞേ, ഈ ഫോട്ടോയിൽ കാണുന്ന പടത്തിൻ്റെ അർത്ഥം എന്തുവാന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് മനസ്സിലാക്കുമെന്ന് പറഞ്ഞ്. ഈ ഫോട്ടോയിൽ ഈ പടം വരച്ചേക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഒന്നുകിൽ ഈ സാധനം കൊണ്ട് ഇതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഇതേപോലെ ഇതുണ്ടാക്കാമെന്നോ എന്നാണ്. അതാണല്ലോ ഇതിൻ്റെ അർത്ഥം. ഇത് കാണുമ്പോഴാണ് നമ്മുടെ വായിൽ നിന്ന് വെള്ളം വരുന്നത് ഇല്ലേ. പക്ഷേ അവരിതിൻ്റെ സൈഡിൽ ഒരു വാചകം എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിച്ചേ. ഈ ഫോട്ടോഗ്രാഫി കാണുന്ന സാധനം ഇതിനകത്ത് ഇൻഗ്രീഡിയൻസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ആ ഫോട്ടോ കാണിച്ചത്? പരസ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് എഴുതിയത് എന്തിനാണ്? നമ്മളെ പറ്റിക്കാൻ അല്ലേ. അത് എഴുതിയതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഫോട്ടോയിൽ കാണുന്ന സാധനവും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് അവരെഴുതിയിട്ടുണ്ട്. വാനില പൗഡർ ഈ ഫോട്ടോ അത് എഴുതിയിട്ടുണ്ട്. ഈ ഫോട്ടോ കോപ്പി ചെയ്യാനും പാടില്ല. എന്ത് നിയമമാണെന്ന്, ഇത് എന്ത് വകുപ്പാണെന്ന് പറ. അപ്പോൾ ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ അത് 1 കിലോ ഐസ്ക്രീം ഉണ്ടാകുന്നതിൻ്റെ ബേസ് മനസ്സിലായല്ലോ. പക്ഷേ നമ്മുടെ വീട്ടിൽ 100 രൂപയ്ക്ക് ഐസ്ക്രീം ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്താലും പിള്ളേർക്ക് വേണ്ട. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഐസ്ക്രീം ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുത്ത് നോക്കിയോലും പിള്ളേർ കഴിക്കില്ല, പിള്ളേർക്ക് വേണ്ട. അത് വേണ്ട, ഉണ്ടാക്കുന്നത് തള്ളയും കഴിക്കില്ല, അതിന് ടേസ്റ്റ് ഇല്ല ഇല്ലേ. ശരിയല്ലേ? നിങ്ങളതിനകത്ത് ഒരു സാധനം ഇടുന്നില്ല. സ്റ്റിറോയിഡ്, മയക്കുമരുന്ന്, ഡ്രഗ്സ്, അത് നിങ്ങൾ ഇടുന്നില്ല. സ്റ്റിറോയിഡ് കുത്തിവെക്കുമ്പോഴാണ് സ്പോർട്സ് താരങ്ങളുടെ മെഡൽ തിരിച്ച് മേടിക്കുന്നത്. അറിയോ? അതൊരു ശകലം ഇട്ട് കൊടുക്കും, അഡിക്റ്റ് ആവും, പിന്നെയും തിന്നണമെന്ന് തോന്നും. ഏറ്റവും വില കുറഞ്ഞ സാധനമാണ് സ്റ്റിറോയിഡ്, അറിയാമല്ലോ. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും വില കുറഞ്ഞ സാധനം സ്റ്റിറോയിഡ്. ഇത് നിങ്ങൾ കുട്ടികൾക്ക് ഒരമരുന്നിൻ്റെ സാധനത്താണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൊച്ചുങ്ങൾക്ക് നക്കി കൊടുക്കുന്നു. ഈ കുട്ടികൾ 4ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ആൺസ് വെച്ചില്ലെങ്കിലേ ഉള്ള അതിശയം. പാൻപരാഗും ശംഭുവൊക്കെ വെച്ചിരിക്കും. നിങ്ങളാണ് അതിന് കാരണക്കാർ. കൊച്ചുനാൾ മുതലേ കൊച്ചുങ്ങൾക്ക് ഡ്രഗ്സ് കൊടുക്കുമ്പോൾ, മയക്കുമരുന്ന് കൊടുക്കുമ്പോൾ ആലോചിക്കണം. ഈ കൊച്ചുങ്ങളൊക്കെ 8ാം ക്ലാസ്സിൽ ചെല്ലുമ്പോഴത്തേക്ക് കള്ളും ചാരായത്തിനും പിരിവിടും. അതിൻ്റെ ഉത്തരവാദി പിള്ളേർ മാത്രമല്ല, നമ്മളും കൂടാണ്. അതും പോട്ടെ, നേരത്തെ ഞാനൊരു വാചകം പറഞ്ഞായിരുന്നല്ലോ, ഇതൊന്ന് ഡ്രഗ്സ് ഇട്ടില്ലെന്ന് വെച്ചാൽ പോലും ഐസ്ക്രീം തിന്നാൻ പാടില്ല. അതറിയോ? ഈ ഡ്രഗ്സ് ഇട്ടില്ലെന്ന് വെച്ചോ, ഇതൊക്കെ ഏറ്റവും നല്ല സാധനം തന്നെയാണെന്ന് വെച്ചു, എന്നാലും നമ്മുടെ ശരീരത്ത് ഇത് തരാൻ പാടില്ല. എന്താ കാര്യം എന്നറിയോ? നേരത്തെ ഒരു വാചകം പറഞ്ഞ ഓർമ്മയുണ്ടോ? 0 ഡിഗ്രി ടെമ്പറേച്ചറാണ്. അതിനെ 37 കൊണ്ട് ചെല്ലണമെങ്കിൽ ഈ ബോഡി കിടന്ന് വരുന്ന പാടെന്ന് ആലോചിക്ക്. അവിടെ ശകലം ടോൺസിലിൻ്റെയോ അല്ലെ തുമ്മലോ അസുഖമുള്ള ഒരാൾക്ക് തിന്നാൻ പറ്റുമോ? എന്താ പറ്റാത്തേ? അവൻ്റെ പ്രതിരോധ ശക്തി ഓൾറെഡി ഇല്ല. അതിൻ്റെ ഇടയ്ക്കുടിച്ച് ഉള്ളത് നമുക്ക് സങ്കടമാണ്. അതിനാണ് ഈ തണുത്ത വെള്ളവും ഈ ഐസ്ക്രീമൊക്കെ തിന്നുന്നത്. എന്തിനാണെന്നറിയോ? ഉള്ള പ്രതിരോധ ശക്തിയും കൂടെ നശിപ്പിച്ചോളാൻ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ചിലർ പറയും ഞങ്ങൾ കഴിച്ചാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. പിന്നെ ഈ മറ്റവനെന്താ കുഴപ്പം? ആരാ? അലർജി, ആസ്മയൊക്കെ ഉള്ളവർക്ക്.
അതിൻ്റെ അർത്ഥം അതല്ല കാരണം, പൊടിയല്ല കാരണം. പൊടി ഉണ്ടെങ്കിൽ അടിക്കുമ്പോഴല്ലേ തുമ്മലുണ്ടാവണേ അല്ലേ? പക്ഷേ പൊടിയല്ല ഇതിൻ്റെ കാരണക്കാരൻ. അതിൻ്റെ കാരണക്കാർ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ, പ്രതിരോധ ശക്തി കുറഞ്ഞതാണ്. അതാണ് ഇതിൻ്റെ കണക്ക്. അപ്പം ഒരു കാരണവശാലും ദയവ് ചെയ്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഐസ്ക്രീം കുട്ടികൾക്ക് കൊടുക്കരുത്. മോളെ ഇനി കഴിക്കുമോ? ഇല്ല. നമ്മുടെ ഏറ്റവും വലിയ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞാൽ അടിക്കുന്നതിനുള്ള ദോഷം ഞാൻ ഒരെണ്ണം പറഞ്ഞല്ലോ, ഓർമ്മയില്ലേ? ഇനി ഈ ബോട്ടിൽ എഴുതി വെച്ചേക്കുന്നതെങ്കിലും കുറഞ്ഞ പക്ഷം ഒന്ന് വായിക്കണം. കാഷൻ ഒന്ന് വായിച്ചേ. കോഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അപകടം. അല്ല, വാണിംഗ് അല്ല. വാണിംഗ് ഇതിനകത്താണ്, മുന്നറിയിപ്പ്. ഇത് കോഷൻ. കോഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് അറിയോ? ഈ റെയിൽവേയിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ എല്ല് കാണിച്ചിട്ട് തലയൊട്ടി കാണിച്ച് വെച്ചേക്കുന്നത്? അതാണ്. അത്രയും വലിയ അപകടമാണെന്നാണ് അവരതിനകത്ത് എഴുതിയിട്ടുണ്ടോ? സൂചനമാണ്. എന്നിട്ട് താഴെ ഒരു വാചകം വായിച്ചോ, കീപ്പ് ഔട്ട് ഓഫ് ദ യങ് ചിൽഡ്രൻ. യങ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? ചെറുപ്പക്കാർ, പിള്ളേർ. കൊച്ചു പിള്ളേരല്ല, കൊച്ചു പിള്ളേർ ചൈൽഡാ. യങ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ചെറുപ്പക്കാരുടെ പുറത്തത് വെച്ചേക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വയസ്സന്മാരെ പുറത്തടിക്കാനാ? ചിന്തിക്കും നമ്മൾ. അതിൻ്റെ അർത്ഥം ചെറുപ്പക്കാരുടെ പുറത്ത് അടിച്ചുകൂടാന്ന് പറഞ്ഞാൽ പിന്നെ ആരുടെയും പുറത്ത് അടിച്ചുകൂടാന്നാണ്. കാരണം ഏറ്റവും കൂടുതൽ പ്രതിരോധ ശക്തിയുള്ള ആർക്കാണ്? ചെറുപ്പക്കാർക്കാണ്. അവരുടെ അടുത്ത് വെക്കരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നെ ആരുടെയും പുറത്ത് അടിക്കാൻ പാടില്ലെന്ന് അവർ എഴുതി വെച്ചിരിക്കുന്നു. ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റാണ് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. കണ്ടാ? അടുത്ത് കഴിഞ്ഞിട്ട് എഴുതി വെച്ചേ. ഇനി ഇത് ഉപയോഗിക്കുന്നതിൻ്റെ ഉപയോഗക്രമം ഉണ്ട്. ഉപയോഗക്രമം എങ്ങനെയാണെന്നറിയോ? ഇത് അടിക്കുന്നതിന് മുമ്പിട്ട് കതവുകളും ജനലുകളും എല്ലാം തുറന്നിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഇതിന് ലിസ്റ്റുണ്ട് ഇതിന്. എന്നിട്ട് കുട്ടികളാരും അകത്തോട്ട് കയറത്തില്ല എന്ന് ഉറപ്പുവരുത്തണം. അത് കഴിഞ്ഞിട്ട് കണ്ണും വായും മൂക്കും കെട്ടണം. ഇത് അടിക്കുന്നതിന് മുമ്പിട്ട് കെട്ടിയിട്ട് നേക്കഡ് ശരീരത്തും അടിക്കാൻ പാടില്ല. അറിയോ? നേക്കഡ് ശരീരത്ത് അടിക്കാൻ പാടില്ല. അടിക്കുമ്പോൾ ഇങ്ങനെ നിന്നുകൊണ്ട് ആ ഉടുപ്പിലേ അടിക്കാവൂ. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ അടിക്കുന്ന ഈ സാധനം, ഇതാരെങ്കിലും ചിന്തിക്കുന്നത്? ഇത് പറഞ്ഞിരിക്കുന്നത് നിയമപ്രകാരമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബോട്ടിൽ എഴുതിയിരിക്കുന്നതും ഇതിൻ്റെ അകത്തിരിക്കുന്ന പാക്കറ്റിൽ എഴുതിയിരിക്കുന്നതും കാര്യമാണ് പറയുന്നത്. ഈ സാധനം ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യുന്ന തെറ്റ് ഒന്നുമില്ല. ഈ പൗഡറും സോപ്പ്, ഈ പൗഡറും സെൻറ്റും അടിക്കുമ്പോൾ അലർജിയുള്ള വീട്ടുകാരന് അയിലത്തുണ്ടായാൽ മതി. അവന് പോലും അത് ഡിസ്റ്റർബാണത് അല്ലേ? ആ പൊടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവൻ തുമ്മും. നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ചെന്ന് നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അലർജിയുടെ അസുഖം ഉണ്ടെങ്കിൽ ഇത് അടിക്കുന്ന സമയത്ത് ഈ തലവേദന ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഒരു കാര്യം കൂടെ തീരുമാനിച്ചു. എന്താണ്? സെൻറ്റും മാറ്റിവെച്ചു. അടുത്തത് നമ്മൾ പോകുന്നത് ഫസ്റ്റ് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഒന്നും വായിക്കണം ദേവി. എന്താണ് സാധനം? എന്താണിത്? ഇതില്ലാത്ത വീടില്ലല്ലോ. ഞാൻ പറഞ്ഞതിന് ശേഷം, ആ മൊത്തം ഈ കാര്യം വായിച്ചതിന് ശേഷം നിങ്ങളൊന്ന് പറയണം, വീട്ടിൽ ഒരു ശത്രു വന്നാൽ പോലും ഇത് കളകി കൊടുക്കരുത്. അത്രയും. ഇത് തനി പെയിൻറ്റ്, സ്റ്റെയിനറില്ലേ, സ്റ്റെയിനർ നമ്മൾ പെയിൻ്റ് അടിക്കുന്നേ ആ കളറ് തന്നെയാണ് ഈ കളറ്, വേറെ ഒന്നുമല്ല. അതിൻ്റെ പേര് നിങ്ങൾക്ക് എഡിബിൾ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാണ്? നോൺ ഫ്രൂട്ട് ജ്യൂസ് അർത്ഥം എന്തുവാണ്? ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫ്രൂട്ട് ജ്യൂസ് അല്ലെന്ന് അവരെഴുതിയിട്ടുണ്ട്. ബാക്കി ഏതെല്ലാം ആസിഡാണെന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കുന്നു, ഒരു ആസിഡ്, ഇപ്പോൾ ഇതെന്താ അതിൻ്റെ ചരിത്രം എന്ന് ഇപ്പോൾ കാണിച്ചിടാം. ഇതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഒരു കൈ ഒന്ന് കാണിച്ചു, അതൊന്ന് നക്കി നോക്കി വന്നു. ഒരു പരലേ ഉള്ളൂ, നക്കി ഇതേക്കായിട്ട്. ഉപ്പ്, നാരങ്ങ ഉള്ളോ? നാരങ്ങ നീരാന്നോ? നാരങ്ങാന്നോ? ആന്നോ? ഞാനൊരു ഇച്ചിരിയല്ലേ തന്നുള്ളൂ, ഒരു പൊടി. അതെ, സിട്രിക് ആസിഡിൻ്റെ പരല. ഇപ്പം അല്ലല്ലോ നില്ല്, വേണ്ട. ഇപ്പോൾ സാധനം ഞാൻ മൊത്തം പറയുമ്പോൾ കേട്ടോ. ഈ സാധനം നിങ്ങൾ ഡെയിലി കുടിക്കുക. മുറുക്കാൻ കടയിൽ ചെന്ന് ദാഹിച്ച് ഓടി അങ്ങോട്ട് ചിലപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് സ്ട്രോ ഇട്ടുകൊണ്ട് കുപ്പി എടുത്തുകൊണ്ട് തരത്തില്ലേ? ആ സാധനം ഇതാണ്. നാരങ്ങ വെള്ളം വീട്ടിൽ പിഴിഞ്ഞ് വെച്ചാൽ 2 മണിക്കൂർ ഇരിക്കുമോ? ഇല്ല. അപ്പോൾ മനസ്സിലായോ? ഫ്രിഡ്ജ് വെച്ച അത് അപ്പോൾ കണ്ടു പോകുമ്പോൾ എന്ത് ചെയ്യും? ഇവന്ന് 9 രൂപയ്ക്ക് 100 നാരങ്ങ വെള്ളം. ഈ സിട്രിക് ആസിഡിൻ്റെ പരൽ, ഈ സിട്രിക് ആസിഡാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സിട്രിക് ആസിഡ്. മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞുതരാം. അതാണ് ഇതിനെ സാമ്പിൾ കാണിച്ചു തന്നെ.
ഇങ്ങനെ ഓരോ ആസിഡിൻ്റെയും പരലുകളുണ്ട്. അതെല്ലാം കൂടെ കലക്കി പെയിൻറ്റും അടിച്ച് കളറടിച്ച് അമ്മ കൊണ്ട് തരികയാണ്. ഇത് നമ്മൾ പിള്ളേരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവൻ ഒരു പാക്കറ്റ് കൊണ്ട് വന്നിട്ട് 60 കപ്പും കാണിച്ച് അവൻ ഇത്രയുള്ള ചക്കപ്പത്തം പോലെ ഒരു ചെറുക്കനെ കൊണ്ടുവരും. കണ്ടണ്ട ടി വിയിൽ കണ്ടണ്ട ഇത്ര ഒരു ചെറുക്കനെയും ഒരു 60 കപ്പും കൂടെ നിരത്തും കുടിക്കുന്നു. അത് കാണുമ്പോൾ നമ്മുടെ പിള്ളേർക്കും വായിക്കൂടെ വെള്ളം വരും. അത് തന്നെ പിള്ളേർക്ക് വേണമെന്നാലും വേറെ ഒന്നും പറഞ്ഞാൽ പിള്ളേർക്ക് വേണ്ട. കടിച്ച സാധനം എന്താണെന്ന് മനസ്സിലായോ? ഈ മൊത്തം ആസിഡിൻ്റെ പേരിനകത്ത് എഴുതിയിട്ടുണ്ട്. സിന്തറ്റിക് കളർ, സിന്തറ്റിക് ആർട്ടിഫിഷ്യൽ എസൻസ് എല്ലാം എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. നിങ്ങൾ കുറഞ്ഞ പക്ഷേ ആ ബോട്ടിൽ എഴുതിയിരിക്കുന്നത് വായിച്ചിട്ട് കുടിക്കുക. വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും കുടിക്കില്ല. കാരണം ഈ സാധനങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരെങ്കിലും കുടിക്കുമോ? ഇത് മനസ്സിലാവാത്തതാണ് പ്രശ്നം. എവിടെ ഈ 300 ഈ 309 എന്തോ സാധനം ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഇതാണ് പിന്നെ പ്രിസർവേറ്റീവ്, ക്ലാസ് 2 പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ക്ലാസ് 2 പ്രിസർവേറ്റീവ്സ് അറിയുമായിരിക്കുമല്ലോ. പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ്, സോഡിയം ബെൻസോയിറ്റ്, ബെൻസോയിക് ആസിഡ്, അമോണിയം സൾഫേറ്റ്. പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം കേട്ടോളൂ. കാരണം ഒരു സാധനം ഇപ്പോൾ ഈ ജാമ് ചീത്തയാവാതിരിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ്. KMS എന്ന് ചെല്ലപ്പേരിൽ അറിയപ്പെടും. പ്രിസർവേറ്റീവ് ഈസ് ഈക്വൽ ടു ആൻറ്റിബയോട്ടിക്. അല്ല മനസ്സിലായോ? പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വലൻ്റ് ആൻറ്റിബയോട്ടിക്. കാരണം ഒരു ബാക്ടീരിയോ ഫംഗസോ കയറിയാൽ അതിനെ നശിപ്പിക്കാൻ കഴിവുള്ളവനാണ് ആൻറ്റിബയോട്ടിക് ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഒരു ആഹാര സാധനം ചീയാത്ത, വെളിയിൽ വെച്ച് ചീയാത്ത ഒരാഹാരം കഴിച്ചാൽ ദഹിക്കുന്ന ഒരെണ്ണം പറഞ്ഞാൽ അച്ഛൻ അതിനകത്ത് ഇത് ചേർത്തോണ്ടല്ലേ? ഇത് ചേർത്തോണ്ടാണ്. ഈ പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ് ചേർത്തോണ്ടാണ് ചെയ്യാത്തത്. നേരെ ഉണ്ടാക്കി വെച്ചാൽ ചെയ്യും, പൂപ്പലടിക്കും. അപ്പം പൂപ്പലടിക്കാത്ത ചീയാത്ത ഒരു സാധനം പറഞ്ഞാൽ കഴിക്കാൻ പറ്റുന്നേ കല്ലും മണ്ണും ഇരുമ്പുകളും ഒക്കെ ഉള്ളൂ. ആ പരുവത്തിലാക്കിയാണ് ഈ സാധനം വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് ഉള്ളിൽ പോയാൽ ദഹിക്കത്തില്ലെന്ന് മാത്രമല്ല, ഒരു കാര്യം പറഞ്ഞില്ല, ആൻറ്റിബയോട്ടിക് ഗുളിക അലോപ്പതിക്കാർ കൊടുക്കുമ്പോൾ കൂട്ടത്തിൽ വിറ്റാമിൻ ഗുളികയും കൂടെ കൊടുക്കാൻ പറയുന്നുണ്ട് ഇല്ലേ? എന്താ കാര്യം എന്നറിയോ? എന്തേ കാര്യം ചോദിച്ചു നോക്കും അവരോട്. വിറ്റാമിൻ ഗുളിക ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ അവൻ ഓടിച്ചെന്ന് ആദ്യമേ നശിപ്പിക്കുന്നത് നമ്മുടെ രോഗം വന്ന അണുക്കളെ അല്ല, നമ്മുടെ ജൈവ അണുക്കൾ ദഹന പ്രക്രിയയ്ക്ക് വേണ്ടുന്ന ബാക്ടീരിയം ഫംഗസിനെയാണ് അവൻ ആദ്യം അടി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സിസ്റ്റം ഫെയിലാക്കി കളഞ്ഞു ആദ്യം. അതുകൊണ്ടാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ വയറിനകത്ത് കത്തലും പുകച്ചിലും ഊത്തലും ഒക്കെ ഉണ്ടാവണേ. അപ്പോൾ പിന്നെ അവിടെ ദഹനം നടക്കില്ല. തൽക്കാലം അവിടെ നടക്കുന്ന ഫെർമെൻറ്റേഷനാണ്, ജീർണനമാണ്. ആ ജീർണനം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഗ്യാസ് ഫാം ആവുന്നത്. അപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ നെഞ്ചരിച്ചിലുണ്ടാവില്ലേ? എരിച്ചിലുണ്ടാവില്ലേ? അവിടെ ഗ്യാസ് ഫാം ആവുകയാണ്, അത് എരിഞ്ഞു കയറുന്നു. അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് അവിടെ ദഹനം നടക്കാത്തത് കൊണ്ട് താൽക്കാലികമായി കൊടുക്കുന്ന വിറ്റാമിൻ ഗുളികളെല്ലാം അറിയാമല്ലോ, നേരിട്ടങ്ങ് പിടിച്ചോളുമല്ലോ. അതിന് ആവശ്യത്തിനുള്ളതല്ല, എത്ര ഉണ്ടായാലും അങ്ങ് പൊക്കോളും. പിന്നെ അതിൻ്റെ ദോഷം പിന്നെ അനുഭവിച്ചോളൂ. അല്ല ഗർഭിണികൾക്ക് അയൺ ടാബ്ലറ്റ് കൊടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ മലബന്ധമല്ലേ ആവുന്നത്? അയൺ ടാബ്ലറ്റ് അത് തന്നെ ഈയിടയ്ക്ക് സാർ വായിച്ചായിരുന്നു, അയൺ ടാബ്ലറ്റിനകത്ത് മാഗ്നറ്റ് പിടിക്കുന്നത് വായിച്ചായിരുന്നല്ലോ പത്രത്തിൽ. കണ്ടി പണിയില്ല, അയൺ ടാബ്ലറ്റിനകത്ത് മാഗ്നറ്റ് പിടിക്കുന്നു. ഈ നമ്മുടെ ശ്രീമതി ടീച്ചർ കഴിച്ചു കൊടുത്തു പാറശാലക്കാരൻ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇവിടെ നിങ്ങൾ പിന്നെ ബാംഗ്ലൂരിൽ പോവുക, ബർമ ബാസാർ എന്ന് പറഞ്ഞൊരു ബാസാറുണ്ട് ബാംഗ്ലൂരിൽ. ഏത് ഗുളികയുടെയും ഡ്യൂപ്ലിക്കേറ്റ് 10,000 രൂപയുടെ ഗുളിക അവിടെ ചെന്നാൽ 800 രൂപയ്ക്ക് കിട്ടും. അത് മേടിച്ചുകൊണ്ട് ഇവിടെ കാശുണ്ടാക്കുകയാണ്. നമ്മൾ ആദ്യം പൊങ്ങേണ്ടത് അവിടെ നിന്നാണ്. മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കുന്ന നല്ല ഗുളിയായാൽ പോലും ഗതി ഇതാണെങ്കിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് വരുമ്പോഴുള്ള ഗതി എന്താണ്? അപ്പോൾ ആൻറ്റിബയോട്ടിക് എന്താണെന്ന് മനസ്സിലായല്ലോ. ആ ആൻറ്റിബയോട്ടിക്കാണല്ലോ ഇതിനകത്തിരിക്കുന്നത്. ഇത് സാധനം കുട്ടികൾ കഴിക്കുമ്പോൾ കുട്ടികളുടെ വയറിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പറ. നിങ്ങൾ തന്നെ പറഞ്ഞേരി. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ദഹനവും ഇത് ദഹിപ്പും ഒന്നുമല്ല നടക്കണേ, കൊച്ചുങ്ങളുടെ വയറ് കത്തുകയാണ്. അപ്പം ആ ടേസ്റ്റ് അതിനകത്ത് കിടക്കുന്നത് കൊണ്ട് പിള്ളേർ കഴിക്കുകയാണ്. സംഭവിക്കുന്നതുകൊണ്ടാണ് യഥാർത്ഥ സംഭവം എന്താ നടക്കുന്നത്? കാരണം എന്ത് സാധനങ്ങൾ ഇരിക്കുമ്പോഴും എരിവുകൾ ഇരിക്കുമ്പോഴും എന്ത് സാധനത്തിന് ടേസ്റ്റായിട്ട് അവനെ കേടുകൂടാതിരിക്കണമെങ്കിൽ പ്രിസർവേറ്റീവ് ചേർത്തേ പറ്റുള്ളൂ. അടുത്തത് 10,000 രൂപ പെർ ഡേ വിറ്റ് വരുമാനമുള്ള ഒരു ഹോട്ടലിൽ ഒരു കൊല്ലത്തേക്കുള്ള മുളവിൻ്റെ എരിയാണിത്.
ഇത് ഫുള്ളുണ്ടായിരുന്നു, ഞാൻ 2-3 ആൾക്കാർക്ക് ചിരിച്ച് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് വെച്ച് കുറഞ്ഞു. ഈ ഫുള്ള് കുപ്പിയുടെ വിലയാണ് പറഞ്ഞത്. 10,000 രൂപ പെർ ഡേ വിറ്റ് വരുമാനമുള്ള ഒരു ഹോട്ടലിൽ ഒരു കൊല്ലത്തേക്കുള്ള മുളവിൻ്റെ എരി മതി 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 ഇത് മതി, ഇതാകുമ്പോൾ നല്ലതാണ്. ഞാൻ കുടഞ്ഞു വരെ കളഞ്ഞേ ഒന്ന് തൊട്ട്, അല്ല ഒരു കുഴപ്പമില്ല, ഒന്ന് ഇതില്ല, ഞാൻ ഒട്ടുമില്ല, ഒരു ശകലം പോലും ഇല്ല അതിനകത്ത്. തൊടാൻ പറ്റൂല, തൊടാൻ പറ്റുന്നവരുണ്ട്, ഒന്ന് തൊട്ടോ. ആ കൈ എല്ലാവർക്കും ഒന്ന് കൊടുത്തേ. ആ എരിവാ അങ്ങോട്ട് കൊടുത്ത്. അതിനകത്തൊന്നുമില്ല, വെറുതെ ഒന്ന് തൊട്ടിട്ട് നാക്കി വെച്ച് നോക്ക്, അതിനകത്തൊന്നുമില്ലെന്ന്. നാക്കി വെച്ച് നോക്ക്, ഒന്ന് നാക്കി വെച്ച് നോക്ക്. പറ്റൽ മുളവിൻ്റെ യഥാർത്ഥ എരി എന്തോന്ന്, ഇത് നിങ്ങൾ മസാലക്കകത്തോടെ മേടിച്ച് കഴിക്കുമ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാനൊന്ന് കാണിച്ചപ്പോഴാണ് ആർക്കും തൊടാൻ പാട്. ഇതാ നിങ്ങൾ കഴിക്കുന്നത്. പച്ച മണ്ണിനെ കൊണ്ടുവന്നിട്ട് സാറേ ഇതിനകത്തൊന്നുമില്ല, ഒന്ന് പുറമോട്ട് കൊടുത്തത്, അതൊരു ചുക്കുമില്ല. എല്ലാം ഈ നാട് മൊത്തം ഇങ്ങനൊന്ന് തൊട്ടിട്ട്, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒന്നുമില്ല. അപ്പോൾ ഈ സാധനം നമ്മുടെ ഉള്ളിൽ പോയാലുള്ള ഗതിയൊന്ന് ആലോചിക്കുക. ഈ വറ്റൽമുളക് എന്തിനാ മാർക്കറ്റിൽ? ഒരു തുള്ളി പറഞ്ഞില്ലേ, 10,000 രൂപ പെർ ഡേ വിറ്റ് വരുമാനമുള്ള ഒരു ഹോട്ടലിൽ ഒരു കൊല്ലത്തേക്കുള്ള മുളവിൻ്റെ എരിയാണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആലോചിക്കുക. ഇനി അടുത്ത ഓരോന്ന് കാണിച്ചാൽ, അപ്പോൾ മുളവിൻ്റെ പൊടി, പച്ച മണ്ണില്ലേ, മണ്ണ്, ചുമന്ന മണ്ണ്, അതിനെ അരച്ചുകൊണ്ട് വന്നാൽ ഇതൊഴിച്ചാൽ മുളക് പൊടിയാവും. മനസ്സിലായോ? ക്യാപ്സിക്കം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ കിട്ടും. ക്യാപ്സിക്കം എന്ന് പറഞ്ഞാൽ മുളകെന്നാണ്. ക്യാപ്സിക്കം എന്ന് പറഞ്ഞാൽ ഒരു സാധനം മാർക്കറ്റിലുണ്ട്, കെമിക്കലാണ്, പ്യൂർ കെമിക്കൽ. അപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞ് HCl അല്ലേ? ഈ HCl നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാക്കുന്നുണ്ടോ അറിയോ? നമ്മുടെ ശരീരത്തിൽ ആമാശയത്തിൽ HCl ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ അത് ജൈവമാണ്. മനസ്സിലായോ? അതിന് നിങ്ങൾ കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് കുടിച്ചാൽ മതിയാ? രണ്ടും ഒന്നല്ലേ? അതും ഹൈഡ്രോക്ലോറിക് ആസിഡാണ്, HCl ആണ്, ഇതും HCl ആണ്, കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നത്. മതിയാ? കത്തിപ്പോത്തില്ലേ? അതിനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇത് എഡിബിളാന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം എഡിബിളാണ്. ഇതിനകത്ത് അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ പാക്കറ്റിനകത്ത് അവർ എഴുതിയിട്ടുണ്ട് എഡിബിൾ വെജിറ്റബിൾ ഓയിൽ. മനസ്സിലായോ? എഡിബിൾ എന്ന് വെളിച്ചെണ്ണ എഡിബിൾ എന്ന് എഴുതണോ? വെളിച്ചെണ്ണ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് വെളിച്ചെണ്ണ, എന്നിട്ട് പിന്നെ അതിനകത്ത് എഴുതണം എഡിബിൾ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ് വെളിച്ചെണ്ണ ഉണ്ടാ. അപ്പോൾ എഡിബിൾ എണ്ണയെന്ന് എവിടെ എഴുതുന്നു അത് മനസ്സിലാക്കണം, ആർട്ടിഫിഷ്യലാണ്. മനസ്സിലായോ? എഡിബിൾ പറയണോ? അതേപോലെയാണ് ഈ പെയിൻറ്റുകളെല്ലാം എഡിബിളാണ്. മനസ്സിലായോ? ആർട്ടിഫിഷ്യലാണ്. എഡിബിൾ എന്ന് കഴിഞ്ഞാൽ ഡൈല്യൂട്ടാക്കി വെച്ചിരിക്കുന്നു എന്നർത്ഥം. അപ്പം നമ്മൾ ഈ സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് റിപ്പയർ ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടോ? അവർ ഹൈഡ്രോക്ലോറിക് ആസിഡ് ശകലം മതി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേ പോത്തില്ലേ? പോകില്ലേ? അപ്പോൾ അതിൻ്റെ വീര്യം കണ്ടോ? നമ്മുടെ ശരീരത്തിനകത്തുള്ള എന്തെല്ലാം ഇതിനാണ് പോക്കുന്നതെന്ന് അറിയാം. അത് ഈ ഐസ്ക്രീമൊക്കെ നമ്മൾ ഐസ്ക്രീമും സാക്രീനൊക്കെ ഇല്ലേ, അതിനകത്ത് ഏറ്റവും വലിയ തകരാറെന്ന് തോന്നറിയോ? ഐസ്ക്രീമിനകത്ത് ആ പഞ്ചസാര എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ കുട്ടികളുടെ പല്ലൊക്കെ കേടാവുന്നതിന് കാരണം എന്താ പറയുമ്പോൾ ഐസ്ക്രീം തിന്നുമ്പോൾ ഈ ഇടയ്ക്ക് പോയിട്ട് പല്ലിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഐസ്ക്രീം ഇരുന്നിട്ടൊന്നുമല്ല, ചോക്ലേറ്റ് ഇരുന്നിട്ടൊന്നുമല്ല, അതിനകത്ത് സാക്രീൻ അല്ലേ പഞ്ചസാര. നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്നതായ കാൽഷ്യത്തിനെയും ഫോസ്ഫറസിനെയും അവനെ ദഹിക്കണമെങ്കിൽ, ആ പഞ്ചസാര ദഹിക്കണമെങ്കിൽ ഈ കാൽഷ്യത്തെയും ഫോസ്ഫറസിനെയും കൊണ്ട് മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ശരീരത്തിന് വേണ്ടുന്ന എല്ലിനും പല്ലിനും മുടിക്കും കണ്ണിനും വേണ്ടുന്ന കാൽഷ്യവും ഫോസ്ഫറസിനെയും കൂടെ ഇവൻ നിർവീര്യമാക്കി കളയും. അങ്ങനെ വരുന്നത് കൊണ്ടാണ് പിള്ളേരുടെ പല്ലൊക്കെ കേടാവുന്നത്. അല്ലാതെ കാൽഷ്യം ഈ ചോക്ലേറ്റ് കയറി ഇരുന്നിട്ടല്ല. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തട്ട് തട്ടിയാൽ ഉടനെ കാലൊക്കെ പൊട്ടുന്നതിൻ്റെ കാരണം ഇതാണ്. ഇപ്പോൾ ആര് വീട്ടിലോട്ട് വരുന്നെങ്കിലും 2 ചോക്ലേറ്റ് കൊണ്ടാണ് വരുന്നത് ഇല്ലേ? നമ്മുടെ വീട്ടിൽ ഒരു ബന്ധുക്കൾ വരുന്നെങ്കിൽ അല്ലെ കൊച്ചിനെ എടുത്തിട്ട് ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ 2 ചോക്ലേറ്റും കൊണ്ടുപോകും ഇല്ലേ? ഇത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം, ചെയ്യരുതെന്ന്, കൊച്ചിനെ ദ്രോഹിക്കരുതെന്ന്. ഈ പഞ്ചസാര എന്ന് പറയുന്ന ആ സാധനവും സാക്രീനും നമ്മുടെ ശരീരത്തിന് മൊത്തം നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്ന, ശരീരത്തിൽ ഇരിക്കുന്ന എല്ലിനകത്തുള്ള കാൽസ്യത്തെ വരെ വലിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും വലിയ സങ്കടമാണ്. അതുകൊണ്ടാണ് പ്രകൃതിക്കാർ പറയുന്നത് പഞ്ചസാര വെളുത്ത വിഷമാണ്. അടുത്ത കേട്ടോളൂ.
ഇത് നമ്മൾ കടയിലൊക്കെ കയറി ഇരുന്നിട്ട് ജീരകവെള്ളം കുടിക്കത്തില്ലേ ചോറിൻ്റെ കൂടെ, അത് ജീരകമായിട്ട് യാതൊരു ബന്ധവുമില്ല. ജീരക സോഡയൊക്കെ ഇല്ലേ, പച്ചവെള്ളത്തിനകത്ത് ഒരു തുള്ളി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അല്ല അങ്ങോട്ട് കൊടുക്കും. ഒരു പതുക്കെ ഒന്ന് ഞെക്കിയേക്കണേ, എന്നാലേ ആ മണം നല്ലോണം വരത്തുള്ളൂ. തുറന്നിട്ടില്ല ഞാൻ, ഒന്ന് പതുക്കെ ഒന്ന് ഞെക്കിക്കൂ. ജീരകമായിട്ട് യാതൊരു ബന്ധവുമില്ല. പതുക്കെ മണക്കുക. തുറന്നിട്ടില്ല. ആ ജീരകാരിഷ്ടവും ജീരക കഷായവും ഒക്കെ ഇതായിപ്പോൾ. എൻ്റെ പൊന്നെ, അരിഷ്ടമൊക്കെ 3 മാസം. ഇപ്പം അരിഷ്ടം ഈ ബിവറേജ് കോർപ്പറേഷൻ എവിടെയുണ്ട് അവിടെ നോക്കിക്കോണം. ഒരു ആയുർവേദ കടയും കാണും അവിടെ. അകത്തുനിന്ന് ക്വാർട്ടർ മേടിക്കും, ഇവിടുന്നൊരു പെയിൻറ്റും മേടിക്കും. രണ്ടുകൂടെ മിക്സി അടിക്കും. ഇപ്പം അതിനാണ് അരിഷ്ടം. അടുത്തത്, ഈ ഒരൊറ്റ കുപ്പിക്ക് 900 രൂപ വിലയാണ് ഈ സാധനത്തിന്. അത് ഈ ഇത്രയല്ല, ഈ കുപ്പി ഈ കുപ്പിക്ക് 900 രൂപ സാധനത്തിന് വിലയായിരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ പച്ചരി കൊണ്ടുപോയി ഗ്രൈൻഡ് ചെയ്തിട്ട് ബിരിയാണി അരിയാക്കുന്ന കമ്പനികളുണ്ട്, അറിയാമല്ലോ. ഉണ്ട് എല്ലാം അറിയാവുന്നവരൊക്കെ ഉണ്ട് ഇവിടെ. പച്ചരി കൊണ്ടുപോയി, ഇതൊന്നും ആർക്കും അറിയില്ല. പച്ചരി കൊണ്ടുപോയി ഗ്രൈൻഡ് ചെയ്യും. ഗ്രൈൻഡ് ചെയ്തിട്ട് അതിനെ ബിരിയാണിയുടെ ഷേപ്പാക്കും. ഷേപ്പാക്കുമ്പോൾ അവർ പറയുന്ന 320 മുതൽ 350 ഗ്രാം വരെ ഇത് നെടിയരിയായിട്ട് കിട്ടും. ബാക്കി വരുന്ന പൊടി അത് പുട്ടുപൊടി അരിപ്പൊടി ആട്ടിച്ച് പോരും. അപ്പോൾ അവിടെയും വേസ്റ്റ് വരത്തില്ല. മനസ്സിലായോ? അത് 5 കിലോ അരി പുഴുങ്ങിയതിന് ശേഷം മസാലയിട്ട് ഇളക്കാൻ നേരം ഇത് ഒരു തുള്ളി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേച്ചാൽ അത് ഒരു തുള്ളി 5 കിലോയ്ക്ക് മസാല ഇടുമ്പോൾ ബിരിയാണി കഴിക്കുക. ഇപ്പോൾ ബിരിയാണി കഴിച്ചല്ലോ, കഴിച്ചോ? ബിരിയാണി കഴിച്ചോ? ഇത് നിങ്ങൾ ഈ ബിരിയാണിയുടെ മണത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ അരി രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് വൈകുന്നേരം ഇരുന്നാലും ആ മണം പോവില്ല. അതുപോലെ നിങ്ങൾ മാർക്കറ്റിൽ വെക്കുന്ന ബിരിയാണിയുടെ സെൻസ് പിടിച്ചിട്ടുണ്ട്, അതിതാ. ഈ മണമല്ലേ, ഇതിന് ഭയങ്കര രൂക്ഷമാണ്. ഇതാണ്, ഇത് 37 രൂപയുള്ളൂ. ഇതാണ് നിങ്ങൾ ബിരിയാണിക്കകത്ത് ഒഴിക്കുന്നത്. അപ്പോൾ ബിരിയാണിയുടെ 12 രൂപയ്ക്ക് ബിരിയാണി റൈസ്, ഫ്രൈ റൈസ് എഴുതി വെക്കുന്നില്ലേ, ആ ഫ്രൈ റൈസാണിത്. വേണ്ട, ഇളക്കാൻ നേരം ഇനി ഇത് അരിയിൽ ചേർത്താൽ ബിരിയാണി അരിയായി മാറും. അരിയിൽ വരുന്ന സ്മെല്ല് ഇതാണ്. ചാക്കിൻ്റെ മേൽ കണ്ട, അല്ലാതെ എഴുതാൻ പറ്റില്ല. നിയമത്തിൻ്റെ പുറത്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തിൻ്റെ സാധനം ഉണ്ടോ അതിൻ്റെ എസൻസ് കണ്ട. അടുത്ത് വരുന്ന ഇഞ്ചി, നിങ്ങൾ ജിഞ്ചർ ഒക്കെ ഭയങ്കര ദഹനത്തിന് 1-ാം മൂല്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോർഡ് വെച്ച് തന്നിട്ടില്ലേ, ഇതാ വരുന്ന ഇഞ്ചി. ഈ ഇഞ്ചി ജിഞ്ചർ സോഡ ഒക്കെ നാണ്ടോ ഇതാ വന്നു. മണത്താൻ പറ്റില്ല, അത് ഇച്ചിരി എടുത്ത് നോക്കണം, ഭയങ്കര വിഷമാണ് ഇഞ്ചിയുടെ ആ ഒരിത് വരണമെങ്കിൽ. അടുത്തത് പിസ്ത. പിസ്ത ഇല്ലേ, പിസ്ത, ഇതാ പിസ്ത, അത് പിസ്ത എന്നതിന് മണം. പിസ്ത. ഇത് ബട്ടർ. ബട്ടർ ഇല്ലേ, ബട്ടർ. ആ ബട്ടർ വളിച്ച മണം വന്നാ, വളിച്ച നെയ് വലിച്ച ഈ വെണ്ണ അളിഞ്ഞ വാറ എടുത്താൽ നോക്ക്. വന്ന് മഴ വന്നു കഴിഞ്ഞു. എണ്ണ വളിച്ച വാറ ഉണ്ടോ നോക്കി ഒന്ന്. അതെ, ഇവിടെ വന്നു കഴിഞ്ഞു. വെണ്ണ വളിച്ച വാറ വന്നോ. ഇതാണ് ബട്ടർ. ആ നിങ്ങൾ ആ ബട്ടർ എന്ന് പറയുന്നത് ബട്ടർ വലിയ കടയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ബട്ടർ എന്തൊക്കെ വേണ്ടി നിങ്ങൾക്ക് ബട്ടർ അതിന് പേര് പറഞ്ഞാൽ ഓരോ ബട്ടർ ചേർത്ത ഓരോരുണ്ട്. ആ ഇതെല്ലാം ഇത് തന്നെ. കല്യാണത്തിന് പോകുമ്പോഴോ പാർട്ടിക്ക് പോകുമ്പോഴോ ദയവ് ചെയ്ത് അവിടെ നിന്ന് ഒന്നും കഴിക്കരുത്. എല്ലാം ഇത് ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അവിടെ നിങ്ങൾ കാര്യം ചെയ്ത് പാക്കറ്റ് കൊടുക്കാനുള്ളതോ അല്ലെങ്കിൽ അവിടെ കല്യാണത്തെ നമ്മൾ സഹകരിച്ചും കൊണ്ട് അവിടെ നിന്ന് അതിൻ്റെ കൂടെ തപ്പിത്തറഞ്ഞൊക്കെ നിന്ന് നൂട്ടിൽ അവിടെ ഇനി മാറിയേക്കണം. തമാശയല്ല, നമ്മുടെ വയറ് നമ്മൾ സൂക്ഷിച്ചു. അവർ ഈ കാണിച്ചു വെച്ചിരിക്കുന്ന ഇത്രയും ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ നമ്മുടെ വായിക്ക് ടേസ്റ്റ് ഉണ്ടാക്കാനാണ് അവിടെ വെച്ചിരിക്കുന്നത്. അല്ല, നിങ്ങളുടെ ആരോഗ്യം നന്നാക്കാനല്ല. അവർ ഇപ്പോൾ ഉണ്ടല്ലോ ഈ ഇവരുണ്ടല്ലോ ഈ എന്താ പറയുന്നത് പാചകക്കാർ ഇപ്പോൾ അജിനോമോട്ടോയും കൊണ്ടാണ് വരുന്നത്, അറിയോ? അവർ പറയാം, അവരെ പാക്കിലുണ്ടത്. ആണ് കാണിച്ചു തരാം ഞാൻ. അജിനോമോട്ടോ ഇവിടെ എൻ്റെ ഇരിപ്പുണ്ട്. ഈ അജിനോമോട്ടോ എന്ന് പറഞ്ഞ സാധനം ഇതായിരിക്കും. ഈ അജിനോമോട്ടോയുടെ പ്രത്യേകത പറഞ്ഞുതരാം.
നിങ്ങൾ ഇതുകൊണ്ട് ചായക്ക് ചില വലിയ 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 ഹോട്ടലിൽ കയറി നമ്മൾ ചായ കുടിക്കുമ്പോൾ നമ്മൾ ലോകത്ത് കണ്ടിട്ടില്ലാത്ത ടേസ്റ്റിലുള്ള ചായ വരുന്നുണ്ടാവും. ഭയങ്കര മധുരം, എന്തോ ഒരു അനുഭൂതിയൊക്കെ ഉണ്ടാകത്തില്ലേ? ഈ അജിനോമോട്ടയാണ് സാധനം. ഒരു തുള്ളം കൊണ്ടിട്ട് കൊടുത്തേച്ചാൽ മതി ചായക്കകത്ത്. എന്തിനകത്ത് വേണമെങ്കിലും ഇട്ടു, അതിനകത്തിട്ട് അതിൻ്റെ 10 ഇരട്ടി ടേസ്റ്റ്. ഇതാണ് സൂപ്പർ നമ്മളെ സ്പെഷ്യൽ ഹോസ്പിറ്റലൊക്കെ കിട്ടില്ലേ? അന്ന് പറഞ്ഞ പോലെ അജിനോമോട്ടയുടെ സൂപ്പറാണ്. ഇവനെ വല്ല നീ ആരും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പണ്ട് അജിനോമോട്ട ഇറങ്ങുമ്പോൾ അതിനകത്ത് 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കരുതെന്ന് വരെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതുമില്ല, ഇപ്പം അതും എടുത്തു കളഞ്ഞു. ഇത് കൊണ്ട് കഴിച്ചാൽ ഏറ്റവും നല്ല ഗുണമാണ്. ഏത് എല്ല് പോകണോ, ഏത് കണ്ണിൻ്റെ ബൾബടിച്ച് പോകണോ, പല്ല് കേടാവണോ ഒക്കെ ഇത് കഴിച്ചോണ്ടാൽ മതി. അജിനോമോട്ട മാത്രം കഴിച്ചാൽ മതി. അല്ല, വേറെ കാര്യമുണ്ട്. ഇവനാണ് നമ്മൾ ഹോട്ടലിലേക്ക് അടുത്തൂടെ പോകുമ്പോൾ മണം അടിക്കുമ്പോൾ കയറാൻ തോന്നുന്നത്. ഹോട്ടലിൻ്റെ അടുത്തൂടെ പോയാൽ മതി. എന്നിട്ട് ഈ മണം അടിച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ കയറി വെച്ച് കഴിക്കണമെന്ന് വിചാരിക്കും. അത് എവനാണ് ആളത്. അജിനോമോട്ടോ സ്പെഷ്യലൈസ്ഡ്. അടുത്ത ഞാൻ ഇനി വരാൻ പോകുന്നത് ഏറ്റവും വലിയൊരു തമാശയിലേക്കാണ്. എന്താണെന്നറിയാമോ? ആയുർവേദത്തിലേക്കാണ്, നമ്മുടെ ഭാഗത്തിലേക്കാണ്. നമ്മുടെ ഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് വേറൊരു കാര്യം കാണിക്കാൻ പോകുന്നത് ഇതാണ്. ഈ പല്ലിയുടെ ഇതിനകത്ത് പല്ലിയാണ് പൊടിച്ചിട്ടേക്കെന്നുള്ളതിന് പല്ലി നമ്മുടെ പല്ലി. അതിന് നിങ്ങൾക്ക് വരണ്ട, ഇതിന് പേപ്പറില്ലാതെ എനിക്ക് തെളിയിച്ച് കൊടുക്കാൻ പറ്റും. ഇത് ഒരുത്തരോട് പറയണം, ഇത് കഴിക്കാൻ പറയണം. രാത്രിയിൽ ആഹാരം എല്ലാം കഴിച്ചിട്ട് കിടക്കാൻ നേരം. പാൻ പരാഗ് നമ്മുടെ ഷമ്മി കപൂർ അഭിനയിച്ചത്. ഷമ്മി കപൂർ പരസ്യം പിൻവലിക്കാനൊരു കാരണം ഉണ്ടായി. ഈ കമ്പനിക്കകത്ത് നിന്ന് പല്ലി ഉണക്കി വെച്ച ചാക്ക് പിടിച്ച് ഇതിനകത്ത് ചേർക്കുന്ന പല്ലി, അത് പത്രത്തിൽ വന്നതിന് ശേഷമാണ് പുള്ളിക്കാരൻ തിരിച്ചു പിടിച്ചത്. അങ്ങനെയാണ് പുള്ളി തിരിച്ചു പിടിച്ചത്. ഇത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിതൊരു പൊടി. ഈ പൊടി നിങ്ങൾ രാത്രി കിടക്കാൻ നേരം പിള്ളേരോട് പറയുക, അത് കഴിച്ചുകൊണ്ട് കിടന്നോളാം. അതുകൊണ്ടല്ലേ ലഹരി ഉണ്ടാകുന്നത്. ഈ പാമ്പിൻ്റെ വിഷമല്ലേ ബ്രൗൺ ഷുഗറൊക്കെ ആവുന്നത്. ഏറ്റവും വിഷമാണല്ലോ ലഹരി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രാത്രി തിന്നിട്ട് നേരം വെളുക്കുമ്പോൾ അവനോട് പറയണം, വാ കഴിവാതെ അവൻ്റെ വായൊന്ന് മണപ്പിച്ചാൽ മതി. അപ്പോൾ ഈ ചത്ത പല്ലിയുടെ മണം എടുത്തില്ലെങ്കിൽ അന്നേരം എന്നെ വിളിച്ച് പറയാം. പിറ്റേ നേരം വെളുക്കുമ്പോൾ വാ കഴിവരുത്, തിന്നേച്ച് രാത്രി കിടക്കണം. രാവിലെ വാ കഴിവാതെ അവൻ്റെ വാ മണപ്പിച്ച് നോക്കുക. അപ്പോൾ ചത്ത പല്ലിയുടെ വാടയെടുക്കും. ഒന്ന്. ഇനി അടുത്ത രസം ഇതാണ് ശംഭു. ഇത് ഇതിനകത്ത് കുപ്പിച്ചില്ല് പൊടിച്ചിട്ടിട്ടുണ്ട്, അറിയാമല്ലോ. ഇങ്ങനെ വായിൽ വെക്കുന്നുണ്ടല്ലേ ഇങ്ങനെ. ആ വായിൽ അവരിങ്ങനെ വെക്കുക മാത്രമല്ല, ഇങ്ങനെ ഒരു ഞെരടുണ്ട്. ആ ഞെരടിന് എന്താണെന്നറിയോ? തട്ടി അല്ല ഇവിടെ വെച്ചിട്ട് വായിൽ വെച്ചാൽ പോരാ, വായിൽ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഞെരടണം. അപ്പോൾ ഇതിനകത്ത് കുപ്പിച്ചില്ലുണ്ട്. ഈ കുപ്പിച്ചില്ല് ചെറിയ ഞരമ്പുകളെ മുറിക്കും. മനസ്സിലായ? അപ്പോഴാണ് ഇവൻ ലഹരി നേരെ മേളിൽ കയറുന്നത്. ഈ ലഹരിയെ നേരെ മേളിൽ കയറുന്നത് ഇങ്ങനിട്ട് ഉരയ്ക്കുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ തമാശ അത് പറയാനല്ല ഞാനിതൊന്നും പറഞ്ഞത്. ആ തമാശ പറഞ്ഞത് ഈ സാധനം കാണിക്കാനാണ്. ഈ സ്ക്വയറിന്